ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവേർട്ടറാണ്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇൻവേർട്ടറിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻവേർട്ടർ നമുക്കറിയാം എന്താണ്, ഡിവൈസാണ്. എന്ത് ഡി സി പവറിനെ എ സി പവറായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡിവൈസാണ്. റെക്ടിഫയർ പോലെ തന്നെ റെക്ടിഫയർ ആണ് എന്താ, എ സി പവറിനെ ഡി സി പവറാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് റെക്ടിഫയർ. അത് നേരെ തിരിച്ച് ആണെന്ത് ഇൻവേർട്ടർ ഡി സി പവറിനെ എ സി പവറാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണെന്ത് ഇൻവേർട്ടർ. അപ്പോൾ ഇൻവേർട്ടറിൻ്റെ കുറേ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ കണക്ഷൻ ബേസ്ഡ് ചെയ്ത ക്ലാസിഫിക്കേഷനാണ് എന്ത് സീരീസ് ഇൻവേർട്ടർ, പാരലൽ ഇൻവേർട്ടർ, ബ്രിഡ്ജ് ഇൻവേർട്ടർ എന്ന് പറയുന്നത്. അതിൽ ബ്രിഡ്ജ് ഇൻവേർട്ടറിൽ വരുന്ന സബ് ക്ലാസിഫിക്കേഷനാണെന്ത് സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവേർട്ടറും സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവേർട്ടറും. പിന്നെ വരുന്ന ക്ലാസിഫിക്കേഷൻ പറഞ്ഞാൽ ബേസ്ഡ് ഓൺ എന്താണ് വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടറും കറണ്ട് സോഴ്സ് ഇൻവേർട്ടറാണ്. വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് അത് കറണ്ടിലേക്കും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഇൻവേർട്ടർ ആയിരിക്കും. അതിന് VSI എന്നറിയും, അതായത് വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടറും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കറണ്ട് സോഴ്സ് ഇൻവേർട്ടർ, CSI, കോൺസ്റ്റൻ്റ് ആയിട്ട് കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഇൻവേർട്ടറാണ്. അപ്പോൾ ഇൻവേർട്ടർ പറഞ്ഞാൽ എന്താണ് DC പവറിനെ AC പവറാക്കി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ്. അത് ക്ലാസിഫിക്കേഷൻ ആണെന്നത് കണക്ഷൻ ബേസ് ആണെങ്കിൽ സിംഗിൾ ഫേസ് സീരീസ് ഇൻവേർട്ടറും പാരലൽ ഇൻവേർട്ടറും ബ്രിഡ്ജ് ഇൻവേർട്ടറും. ബ്രിഡ്ജിൽ വരുന്ന സബ് ക്ലാസിഫിക്കേഷൻ ആണത് സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജും സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജും. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ കാണിച്ചതാണത് നമ്മളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവേർട്ടറിനെ പറ്റിയിട്ടാണ്. ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഫിഗർ നോക്കാം. ഓക്കെ, ഇവിടെ ഈ കാണിച്ചാണ് നമ്മളെന്ത് സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവേർട്ടറിൻ്റെ ഫിഗർ. നമുക്ക് ഫിഗറിൽ ഓൾറെഡി എന്ത് കാണിച്ചിട്ടുണ്ട്, 2 തൈറിസ്റ്റർ ഉണ്ട്, T1 എന്ന തൈറിസ്റ്റർ ഉണ്ട്, അതേപോലെ എന്തുണ്ട് T2 എന്ന് പറഞ്ഞ തൈറിസ്റ്ററും ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് എന്തുണ്ട് 2 ഡയോഡും ഉണ്ട്, D1 എന്ന് പറഞ്ഞ ഡയോഡും അതുപോലെ D2 എന്ന് പറഞ്ഞ ഡയോഡും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവേർട്ടറാണ്. ഇതിന് മെയിനായിട്ട് നമുക്ക് വരുന്ന 2 കോമ്പൗണ്ട്സാണ് തൈറിസ്റ്റർ T1. 2 തൈറിസ്റ്റർ ഉണ്ട്, T1 ഉണ്ട് അതുപോലെ T2 ഉണ്ട്. പിന്നെ 2 ഡയോഡും ഉണ്ട്, D1 ഉണ്ട് D2 ഉണ്ട്. ഇതാണ് നമുക്ക് വരുന്ന മെയിനായിട്ടുള്ളൊരു കോമ്പൗണ്ട്. പിന്നെ നമുക്ക് എന്തുണ്ട്, നമുക്ക് വരുന്ന ഇൻപുട്ട് സപ്ലൈ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫിഗറിൽ കാണാം, ഇൻപുട്ട് സപ്ലൈ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് DC സപ്ലൈ ആണ് ഉണ്ടാവുക ഇൻപുട്ടിൽ. ആ ഇൻപുട്ടിലുള്ള DC സപ്ലൈ നമ്മൾ എന്ത് ചെയ്യുന്നത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് VS/2 എന്നും VS/2 എന്നാക്കി 2 സപ്ലൈ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്, ലോഡ് ഒരു 2ൻ്റെ ഇടയിലാണ് നമ്മളെ T1ഉം T2ൻ്റെയും BTവിലാണ് നമ്മൾ എന്ത് ചെയ്തത് ലോഡ് കൊടുത്തത്. ഇത്രയാണ് നമ്മൾ എന്ത് മെയിനായിട്ടുള്ള ഈ സർക്യൂട്ട് വരുന്നത്. ഇപ്പോൾ ഈ സർക്യൂട്ട് പറഞ്ഞാൽ സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവേർട്ടറിൻ്റെ സർക്യൂട്ടാണ്. ഇത് ഇൻപുട്ടിലുള്ള സപ്ലൈ പറഞ്ഞാൽ നമുക്ക് DC സപ്ലൈ ആണ്. ആ DC സപ്ലൈ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. DC വോൾട്ടേജ് നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്തുണ്ട്, സ്പ്ലിറ്റ് ചെയ്ത വോൾട്ടേജ് അറിയിക്കുകയാണെങ്കിൽ ഇൻപുട്ടുള്ള പറഞ്ഞാൽ VS/2 VS/2 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. പിന്നെ എന്തുണ്ട് 2 തൈറിസ്റ്ററുണ്ട്, T1ഉം T2ഉം അതുപോലെ 2 ഡയോഡുണ്ട്, D1ഉം D2ഉം. ഇത് രണ്ടിനും നമ്മൾ 2 തൈറിസ്റ്ററിനും എക്രോസ് ആയിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്തത്, നമ്മളെ ലോഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. 2 തൈറിസ്റ്ററിനും എക്രോസ് ആയിട്ടാണ് നമ്മൾ ലോഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും സെൻറ്റർ ടാപ്പ് ടൈപ്പിലാണ് നമ്മൾ ചെയ്തത് ലോഡ് കണക്ട് ചെയ്ത്. നമുക്കറിയാം സെൻറ്റർ ടാപ്പ് ആകുമ്പോൾ എന്ത് ചെയ്യും, മൊത്തം ട്രാൻസ്ഫോമർ 3 പേരുണ്ടും അതേ സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്തത് ലോഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 2 T1നും T2നും ബിക്റ്റീവിനായിട്ടാണ് നമ്മൾ ലോഡ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഫിഗർ വരുന്നത്. അടുത്ത നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. വർക്കിംഗ് എന്ന് പറഞ്ഞാൽ 2 മോഡായിട്ടുള്ളതാണ് വർക്കിംഗ്. മോഡ് 1ഉം മോഡ് 2 ഉണ്ട്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മോഡ് 1ൻ്റെ വർക്കിംഗ് നോക്കാം. മോഡ് 1ൻ്റെ വർക്കിംഗ് ടൈമിൽ എന്തായിരിക്കും, നമ്മൾ ഈ അപ്പർ പാർട്ടായിരിക്കും എന്ത് ചെയ്യുക കൺസിഡർ ചെയ്യുക. അപ്പർ പാർട്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഇതായിരിക്കും നമ്മളെ DC സപ്ലൈ, ഇൻപുട്ട് കൊടുത്ത DC സപ്ലൈ പോസിറ്റീവ് മൈനസും VS/2 ആയിട്ടാണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ മോഡ് 1 ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിൽ നിന്ന് നേരെ നമ്മൾ തൈറിസ്റ്റർ വഴി ലോഡ് വഴി എന്ത് ചെയ്യും, അതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യും. ഇതിൽ മോഡ് 1ലാണ് അതങ്ങനെയാണ് അതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യുക. മോഡ് 1ൽ എന്തായിരിക്കും, VS സപ്ലൈ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, നേരെ എന്ത് ചെയ്യും, നേരെ ഇതിലെ വന്ന് തൈറിസ്റ്റർ വഴി വന്ന് ലോഡ് വഴി പാത്ത് കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് ഓൾറെഡി അറിയാം തൈറിസ്റ്റർ എന്താണ് ഒരു സ്വിച്ചിങ് ഡിവൈസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. നമുക്ക് സാധാ ഡയോഡ് പോലെയല്ല, സപ്ലൈ കൊടുത്താൽ എന്ത് ചെയ്യില്ല, അത് ജസ്റ്റ് കണ്ടക്ട് ചെയ്യുള്ളൂ, ഓൺ ആവില്ല. ഓൺ ആകുമ്പോൾ എന്തെങ്കിലും ഗേറ്റ് പൾസ് കൊടുക്കണം, അല്ലെങ്കിൽ ഗേറ്റ് പൾസ് കൊടുത്താൽ മാത്രം എന്ത് ചെയ്യും, നമ്മളെ തൈറിസ്റ്ററിനെ ഓൺ ആക്കാൻ പറ്റൂ. സാധാ ഡയോഡ് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സപ്ലൈ കൊടുത്താൽ കണ്ടക്ട് ചെയ്യില്ല.
സപ്ലൈ കൊടുത്താൽ കണ്ടക്റ്റീവ് മെഷീൻ എന്ത് ചെയ്യില്ല, ഓൺ ആവില്ല. അപ്പം തൈറിസ്റ്റർ ഓൺ ആക്കണം എന്ത് ചെയ്യും, നമ്മൾ ഗേറ്റ് പൾസ് കൊടുക്കണം. അങ്ങനെ ഗേറ്റ് പൾസ് കൊടുത്താൽ മാത്രം എന്ത് ചെയ്യും, നമ്മളെ തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മോഡ് 1 എന്ത് ചെയ്തു, നമ്മൾ സപ്ലൈ കൊടുത്തപ്പോൾ എന്ത് ചെയ്യും, കറണ്ട് ഇതിലെ ഒന്ന് നേരെ തൈറിസ്റ്ററിൽ കയറി. തൈറിസ്റ്റർ ആയ ടൈമിൽ നമ്മൾ ഗേറ്റ് പൾസ് കൊടുത്തപ്പോൾ എന്ത് ചെയ്യും, തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്ത് എന്ത് ചെയ്തു, നേരെ കറണ്ട് എന്ത് ചെയ്ത് ലോഡ് വഴി കയറിപ്പോയി അതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്ത്. ഈ ടൈമിൽ നമ്മളെ തൈറിസ്റ്ററിന് വരുന്ന ലോഡ് എന്തായിരിക്കും, നേരെ പോസിറ്റീവ് ടു നെഗറ്റീവ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ലോഡും കൂടെ കറണ്ട് വിടുന്നത്. അതിൻ്റെ കറണ്ടിനെ കടത്തിവിടുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ് എന്ത് ചെയ്യുന്നത്, കറണ്ടിനെ കടത്തി വിടുന്നത്. ആ ടൈമിലേക്ക് നമ്മളെ ലോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത് ലോഡിന് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. നമുക്കിവിടെ കാണാം പോസിറ്റീവ് ഉണ്ട്, അതേപോലെ നെഗറ്റീവ് ഉണ്ട്. ഇപ്പം തൈറിസ്റ്ററിൽ നിന്ന് വോൾട്ടേജ് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും, പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അതായത് പ്ലസ് ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അറ്റ് എ ടൈം നമ്മൾ ചെയ്യുന്ന തൈറിസ്റ്റർ T1 മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. T2 എന്തായിരിക്കും ആ ടൈമിൽ ഓഫ് ആയിരിക്കും. അതേ ടൈമിൽ എന്തായിരിക്കും, ഈ ഒരു ഫസ്റ്റ് മോഡ് 1 കണ്ടീഷൻ എന്തായിരിക്കും, നമ്മുടെ T1 മാത്രമാണ് ഓണ്, T2 എന്താണ്, ഓഫാണ്. നമ്മളടുത്ത മോഡിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, ഓക്കെ നമ്മളടുത്ത മോഡാണ് മോഡ് 2. മോഡ് 2 എന്തായിരിക്കും അവസ്ഥ, നമ്മൾ അപ്പർ പാർട്ടുള്ള തൈറിസ്റ്റർ എന്തായിരിക്കും T1 ഒന്നെങ്കിൽ സെൽഫ് കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഫോസ്റ്റ് കമ്മ്യൂട്ടേഷനോ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, T1 ഓഫാക്കും. ഈ ഒരു ഇതിൽ എന്തായിരിക്കും മോഡ് 2 നമുക്ക് എന്തായിരിക്കും, T2 ഓൺ ആയിരിക്കും, T1 ഓഫായിരിക്കും. മോഡ് 1 കണ്ടീഷൻ എന്തായിരുന്നു, T1 ഓണും T2 ഓഫായുള്ള കണ്ടീഷനായിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തത് മോഡ് 2 ആണ്. മോഡ് 2 ആയപ്പോൾ എന്തായി, നമ്മളെ T1 നമ്മൾ എന്ത് ചെയ്തു, ഒന്നെങ്കിൽ സെൽഫ് കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഫോസ്റ്റ് കമ്മ്യൂട്ടേഷൻ കൊടുത്തു. നമുക്കറിയാം കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, തൈറിസ്റ്ററിനെ ഓഫാക്കാനുള്ള ഒരു മെത്തേഡാണ്. 2 ടൈപ്പ് ഉണ്ട്, സെൽഫ് കമ്മ്യൂട്ടേഷൻ, ഫോസ്റ്റ് കമ്മ്യൂട്ടേഷൻ, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് കമ്മ്യൂട്ടേഷൻ കൊടുത്ത് സ്വയം ഓഫ് അല്ലെങ്കിൽ നമ്മൾ ഫോസ്റ്റ് ചെയ്തിട്ട് ഒരു വോൾട്ടേജ് കൊടുത്തിട്ട് ഓഫാക്കുന്ന ടൈപ്പും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, മോഡ് 2 T1 എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ സെൽഫ് കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഫോസ്റ്റ് കമ്മ്യൂട്ടേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, T1 ഓഫാക്കാം. ആ ടൈമിൽ എന്ത് ചെയ്യും, T2 മാത്രമേ കണ്ടക്ട് ചെയ്യൂ. അതായത് മോഡ് 2 T2 കണ്ടക്ട് ചെയ്യും, T1 ഓഫായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, T2 മോഡ് 2 എന്തായിരിക്കും, നമുക്ക് ലോവർ പാർട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ആ ടൈമിൽ എന്ത് ചെയ്യും, നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ എന്തായിരിക്കും, ഇവിടെ നമുക്കറിയാം ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻപുട്ട് വോൾട്ടേജ് 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, US/2 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻപുട്ടുള്ള DC വോൾട്ടേജാണ്. DC വോൾട്ടേജ് എന്തായിരിക്കും, നമ്മൾ സപ്ലൈ കൊടുക്കുമ്പം നേരെ കയറി ലോഡ് വഴി വന്ന് തൈറിസ്റ്റർ വന്ന് എന്ത് ചെയ്യും, അതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ മുന്നേ പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, സാധാ ഡയോഡ് പോലെ സപ്ലൈ കൊടുത്താൽ തൈറിസ്റ്റർ ഓൺ ആവില്ല, കണ്ടക്ട് ചെയ്യുള്ളൂ, ഓൺ ആവില്ല. ഓൺ ആവാൻ നമ്മൾ എന്ത് ചെയ്യണം, ഗേറ്റ് പൾസ് കൊടുക്കണം. അങ്ങനെ ഗേറ്റ് പൾസ് കൊടുത്താൽ മാത്രം എന്ത് ചെയ്യും, നമ്മൾ തൈറിസ്റ്റർ T2 ഓൺ ആവും. ഈ ഒരു ഇതിൽ നമ്മളെ തൈറിസ്റ്റർ T2 കണ്ടീഷൻ എന്തായിരിക്കും, നമ്മളെ വോൾട്ടേജ് എന്തായിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. കാരണം ഈ ഒരു കണ്ടീഷനിൽ നെഗറ്റീവ് എന്ന് ഇവിടെ കാണാം, ഓൾറെഡി ലോഡ് നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കണ്ടീഷനിൽ എന്തായിരിക്കും, സപ്ലൈ പോകുന്നത് പറഞ്ഞാൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ലോഡിൽ നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മോഡ് 2 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോഡ് 2 എന്തായിരിക്കും, നമ്മൾ സപ്ലൈ നേരെ എന്ത് ചെയ്യും, നമ്മൾ ലോഡ് വഴി തൈറിസ്റ്ററിലെത്തും. T2 ആയിരിക്കും ഓൺ ആയിരിക്കുന്നുണ്ടാവുക. T2 ഓൺ ആയിട്ട് നമ്മൾ ഗേറ്റ് പൾസ് കൊടുത്താൽ എന്ത് ചെയ്യും, T2 കണ്ടക്ട് ചെയ്യും. സാധാരണ ഗേറ്റ് പൾസ് കൊടുത്തില്ല എന്ത് ചെയ്യും, T2 ഫോർവേഡ് ബയസ് ആയിരിക്കും. T1 ഓൾറെഡി റിവേഴ്സ് ബയസ് ആണ്. T2 ഫോർവേഡ് ബയസ് ആക്കി നമ്മൾ ഗേറ്റ് പൾസ് കൊടുത്ത് ഓൺ ആക്കി ടൈമിൽ നമ്മൾ ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും, നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മളെ ലോഡിൻ്റെ വോൾട്ടേജിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഇവിടെ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് എന്ത് ചെയ്തത്, വോൾട്ടേജ് ഫ്ലോ ചെയ്തത്. അപ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജിൻ്റെ എന്തായിരിക്കും, നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പോൾ എത്രയാണ് എന്ത് ഈ ഒരു വർക്കിംഗ് ഇതിൻ്റെ പറയാനുള്ളത്. 2 മോഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മോഡ് 1 ആകുമ്പോഴത്തേക്കും T1 കണ്ടക്ട് ചെയ്യും, T2 ഓഫ് ആയിരിക്കും. മോഡ് 2 വരുമ്പോഴത്തേക്കും T2 ഓൺ ആയിരിക്കും. T1 നമ്മൾ എന്ത് ചെയ്യും, ഫോസ്റ്റ് കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ സെൽഫ് കമ്മ്യൂട്ടേഷൻ എടുത്ത് അതിനെ ഓഫാക്കും. ഈ സൈക്കിൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. ഈ ടൈമിൽ എന്ത് ചെയ്യും, മോഡ് 1 നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജ് പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. മോഡ് 2 നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും, ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജ് നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. കാരണം അതിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണ്. മോഡ് 1 എന്തായിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ് പറഞ്ഞാൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ലോഡ് ഫ്ലോ ചെയ്യുന്നത്. അവിടെ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് പോസിറ്റീവായി ലോഡ്
മോഡ് 2 എന്താ ചെയ്യുന്ന അവസ്ഥ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഫ്ലോ ചെയ്തത്. അതുകൊണ്ട് എന്ത് ചെയ്യും, ലോഡ് മോഡ് 2 വോൾട്ടേജ് പറഞ്ഞാൽ നെഗറ്റീവ് വോൾട്ടേജ് ആയിട്ട് കിട്ടി. അതേപോലെ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഫിഗറിൽ നമ്മൾ 2 ഡയോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. D1 D2 എന്ന് പറഞ്ഞാൽ 2 ഡയോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 ഡയോഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞ 2 ഡയോഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്ത്, ഒന്ന് D1 അതേപോലെ D2. ഈ D1 D2 എന്തായിട്ടാണ് കണക്ട് ചെയ്തത്, നമ്മൾ തൈറിസ്റ്ററിന് എന്താണ് ആൻറ്റി പാരലായിട്ടാണ് കണക്ട് ചെയ്തത്. അതായത് തൈറിസ്റ്റർ കണക്ട് ചെയ്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ 2 ഡയോഡും കണക്ട് ചെയ്തത്. അതായത് തൈറിസ്റ്റർ 1ൻ്റെ ഡയറക്ഷൻ ഇത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് തൈറിസ്റ്റർ ഡയോഡ് D1 കണക്ട് ചെയ്തത്. തൈറിസ്റ്റർ T2ൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡയോഡ് D2 കണക്ട് ചെയ്തത്. അതായത് D1 D2 എന്താണ് നമ്മൾ കണക്ട് ചെയ്ത് രണ്ടും തൈറിസ്റ്ററിന് ആൻറ്റി പാരൽ ഡയറക്ഷനിലാണ് കണക്ട് ചെയ്തത്. ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഈ 2 ഡയോഡ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ തൈറിസ്റ്റർ ഓഫ് ആകുന്ന ടൈമിൽ അതിലുള്ള കറണ്ടിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ളൊരു പാത്തായിട്ടാണ് നമ്മളിവിടെ ഡയോഡിനെ യൂസ് ചെയ്തത്. അതായത് ഇവിടെ 2 ഡയോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. 2 ഡയോഡ് നമ്മളെ തൈറിസ്റ്ററിന് ആൻറ്റി പാരലായിട്ടാണ് കണക്ട് ചെയ്തത്. ഈ ഡയോഡ് ഇവിടെ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ എന്താണ്, ഈ തൈറിസ്റ്റർ ഓഫ് ആകുന്ന ടൈമിൽ ഇവിടെ വരുന്ന കറണ്ടിന് ഒരു ക്യാരി ചെയ്യാനുള്ള കറണ്ട് പോകാനുള്ളൊരു പാത്തായിട്ടാണ് നമ്മളിവിടെ ഡയോഡിനെ കാണുന്നത്. അപ്പോൾ അത് കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡയോഡിനെ ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ക്യാരീസ് ദ കറണ്ട് വന്ന തൈറിസ്റ്റർ ടേൺ ഓഫ്. തൈറിസ്റ്റർ ടേൺ ഓഫ് ആകുന്ന ടൈമിൽ കറണ്ടിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡയോഡിനെ യൂസ് ചെയ്യുന്നത്. ഈ 2 ഡയോഡിന് നമ്മൾ പറയുന്ന പേരാണത് ഫീഡ്ബാക്ക് ഡയോഡ്സ് എന്ന് പറയും. D1 D2 എന്ന് പറഞ്ഞ 2 ഡയോഡിന് നമ്മൾ പറയുന്ന പേരാണത് ഫീഡ്ബാക്ക് ഡയോഡ്സ് എന്ന് പറയും. ഈ 2 ഡയോഡ് എന്തായിരിക്കും, D1 D2 ആൻറ്റി പാരലായിട്ടാണ് കണക്ട് ചെയ്തത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിൽ തൈറിസ്റ്റർ ടേൺ ഓഫ് ആകുമ്പോൾ അതിൽ കൂടെ പോകുന്ന കറണ്ടിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ 2 ഡയോഡിന് നമ്മൾ പറയുന്ന പേരാണ് ഫീഡ്ബാക്ക് ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ്. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ ഇതിൻ്റെ വേവ് ഫോമായി കാണിച്ചത്. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള വേവ് ഫോം. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ മോഡ് 1 എന്തായിരുന്നു, T1 ആണ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ T1നെ കണ്ടക്ട് ചെയ്താൽ അതിന് ഓൺ ആവാൻ എന്ത് ചെയ്യുക, നമ്മൾ ഗേറ്റ് പൾസ് കൊടുക്കണം. ആ ഗേറ്റ് പൾസ് കൊടുക്കുന്നത് എന്തായിരിക്കും, ഇതായിട്ടാണ് കാണിച്ചത്. അത് T1 ഓൺ ആയ ടൈമാണ് ഈ കാണിച്ചത്. അതായത് ഗേറ്റ് പൾസ് കൊടുത്തിട്ട് മോഡ് 1 T1ന് ഗേറ്റ് പൾസ് കൊടുത്തിട്ട് അതിനെ ഓണാക്കിയൊരു വേവ് ഫോമാണ് ഇവിടെ കാണിച്ചത്. അതായത് IG1ൻ്റെ വേവ് ഫോമാണ് ഇവിടെ കാണിച്ചത്. തൈറിസ്റ്റർ T1ൻ്റെ, തൈറിസ്റ്റർ T2ൻ്റെ ആണ് രണ്ടാമത്തെ കാണിച്ചത്. അപ്പം മോഡ് 1 എന്താണ്, തൈറിസ്റ്റർ T1 ഓണാണ് കണ്ടക്ട് ചെയ്യുന്നത്, T2 ആണ് ഓഫ്. അപ്പോൾ എന്തുണ്ട്, തൈറിസ്റ്റർ ഗേറ്റ് പൾസ് കൊടുത്ത വേവ് ഫോമാണ് ഇവിടെ കാണിച്ചത്. T2 എന്തായിരിക്കും ആ ടൈമിൽ ഓഫാണ്, അതുകൊണ്ട് T2 എന്തായില്ല, വേവ് ഫോം ഉണ്ടാവില്ല. നെക്സ്റ്റ് മോഡ് 2 വരുമ്പോൾ എന്താവും, T2 ഓണാവും. T2നെ ഓണാക്കും. T1നെ എന്താക്കും, നമ്മൾ സെൽഫ് അല്ലെങ്കിൽ പോസിറ്റീവ് കമ്മ്യൂട്ടേഷൻ വെച്ചിട്ട് T1നെ ഓഫ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ എന്താകുമ്പോൾ T2ന് അക്രോസ് നമുക്ക് വേവ് ഫോം അവൈലബിൾ ആവും. നെക്സ്റ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്താവും, T2 നമ്മൾ പോസിറ്റീവ് കമ്മ്യൂട്ടേഷൻ അല്ലെ സെൽഫ് കമ്മ്യൂട്ടേഷൻ കൊടുത്ത് ഓഫാക്കും. ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യും, T1നെ അക്രോസ് നമുക്ക് വേവ് ഫോം കിട്ടും. അങ്ങനെ എന്ത് ചെയ്യും, ഈ പാത്തത് കംപ്ലീറ്റ് ചെയ്ത് പോകും. അതേപോലെ നമുക്കിനി വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും നോക്കാണ്ട്. അപ്പോൾ നമ്മളെന്ത് ഫസ്റ്റിൽ T1ൻ്റെ ടൈമിൽ എന്തായിരുന്നു, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നപ്പം ലോഡ് നമ്മൾ ഒന്നെങ്കിൽ റെസിസ്റ്റീവ് ലോഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇൻഡക്റ്റീവ് ലോഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് റെസിസ്റ്റീവ് ലോഡാണ്. എന്ത് ചെയ്യും, റെസിസ്റ്റീവ് ലോഡാകുമ്പം കറണ്ടും വോൾട്ടേജിൻ്റെയും ഇൻ ഫേസ് ആണ്. അപ്പം കറണ്ടിന് കിട്ടുന്ന അതേ വേവ് ഫോം ആയിരിക്കും എന്ത് ചെയ്യാം, വോൾട്ടേജിന് കിട്ടുക, അല്ലെങ്കിൽ വോൾട്ടേജിന് കിട്ടുക അതേ വേവ് ഫോം ആയിരിക്കും കറണ്ടിൻ്റെയും വേവ് ഫോം ഉണ്ടാവുക. അപ്പം കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെ വേവ് ഫോം സെയിം ആയിരിക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം കറണ്ടിൻ്റെ വേവ് ഫോമാണ്. അപ്പം പോസിറ്റീവ് സൈക്കിൾ എന്തായിട്ടുണ്ട്, നമുക്ക് ഔട്ട്പുട്ടിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് എന്താണ്, പോസിറ്റീവാണ്. അപ്പോൾ എന്തെങ്കിലും കറണ്ടും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, പോസിറ്റീവ് സൈക്കിളിൽ കിട്ടി. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ മോഡ് 2 വരുമ്പോൾ എന്തായിട്ടുണ്ട്, നമുക്ക് നെഗറ്റീവായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഒന്ന് നെഗറ്റീവ് വോൾട്ടേജ് അല്ലെങ്കിൽ നെഗറ്റീവ് കറണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ നെഗറ്റീവ് സൈക്കിളിൽ ആണ് അത് വേവ് ഫോം അവൈലബിൾ ആവുക. പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ അത് പോസിറ്റീവ് സൈക്കിളാവും. ഫസ്റ്റ് മോഡ് 1 ആവും. മോഡ് 2 ആകുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ അത് നെഗറ്റീവ് സൈക്കിളാവും. അങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പോകും. അതേപോലെ നമ്മൾ വോൾട്ടേജിൻ്റെ വേവ് ഫോമാണ് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ വോൾട്ടേജിൻ്റെ വേവ് ഫോമാണ് ഇവിടെ കാണിച്ചത്. അതെന്തായിരിക്കും, വോൾട്ടേജ് നമ്മൾ മോഡ് 1 എന്തായിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് പോസിറ്റീവാണ്. അതുകൊണ്ട് ചെയ്യും, പോസിറ്റീവ് ഹൗസ് സൈക്കിളിൽ കാണിച്ച് നേരെ മോഡ് 2 വന്നപ്പോൾ എന്ത് ചെയ്തത്, അത് നെഗറ്റീവ് വോൾട്ടേജാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ നേരെ നെഗറ്റീവ് ഹൗസ് സൈക്കിളിൽ കാണിച്ച് നേരെ റിപ്പീറ്റ് ചെയ്തപ്പോൾ പിന്നെയും പോസിറ്റീവ് പിന്നെയും നെഗറ്റീവ്, അങ്ങനെ എന്ത് ചെയ്ത് അതിനെ പാത്തത് കംപ്ലീറ്റ് ചെയ്ത് പോയി. അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മളെ ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടറിൻ്റെ
സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടറിൻ്റെ വർക്കിങ്ങും അതേപോലെ അതിൻ്റെ വേവ് ഫോമും ആയിട്ട് വരുന്നത്. അതേപോലെ ജസ്റ്റ് നമ്മളെ ഈ ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടറിൻ്റെ ഒരു ഡ്രോബാക്ക് പറഞ്ഞാൽ എന്തായാലും ഇറ്റ് റിക്വയർസ് 3 വയർ DC സപ്ലൈ. അതായത് നമുക്ക് ഇനിയും 3 വയർ DC സപ്ലൈ ഇതിന് ആവശ്യമാണ്. അതായത് ജസ്റ്റ് ഒരു നമ്മളിപ്പം പറഞ്ഞ സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടറിൻ്റെ ഡ്രോബാക്ക് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് റിക്വയർസ് 3 വയർ DC സപ്ലൈ. ഇതിൻ്റെ 3 വയർ DC സപ്ലൈ റിക്വയർ ചെയ്യുന്നുണ്ട്. ഈ ഡ്രോബാക്ക് നമ്മൾ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബൈ ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ആകെപ്പാടെ വരുന്നൊരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് എന്താണ്, ഇറ്റ് റിക്വയർസ് 3 വയർ DC സപ്ലൈ. 3 വയർ DC സപ്ലൈ ആണ്. നമുക്കറിയാം ഇൻപുട്ടിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, DC സപ്ലൈ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. VS/2 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ടൈപ്പ് സപ്ലൈ ആണ് നമ്മൾ അതിനെ ക്രോസ് കൊടുത്തത്. അതാണ് പറയുന്നത് ഇറ്റ് റിക്വയർസ് 3 വയർ DC സപ്ലൈ ആവശ്യമുണ്ട്. ഈ ഒരു ഡിസഡ്വാൻറ്റേജ് നമ്മളെങ്ങനെ ഓവർകം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബൈ ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ വെച്ചിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടറിൻ്റെ വർക്കിങ്ങും വേവ് ഫോമും ഒന്ന് നോക്കുക. ഓക്കെ.